ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. ബലാത്സംഗം നടത്തിയതിന് കൂടുതൽ തെളിവുണ്ടെന്ന് പോലീസ്. പീഡനത്തിനിടെ ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങളടക്കമുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചു. ഗർഭഛിദ്രത്തിന്റെ തെളിവായി മെഡിക്കൽ രേഖകൾ കണ്ടെടുത്തു. അതേസമയം തെളിവുകൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും പോലീസ്. കൂടുതൽ വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള കുരുക്ക് മുറുകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. നിലവിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായ തെളിവുകൾ തന്നെ പോലീസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണോ അനുമാനിക്കേണ്ടത്? അതായത് ബലാത്സംഗം ചെയ്തു എന്നതിന്റെ തെളിവുകൾ, ഗർഭഛിദ്രത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ, ഇതൊക്കെ തന്നെ അടങ്ങിയ കരുത്തുള്ള കൂടുതൽ തെളിവുകൾ പോലീസിന്റെ പക്കലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? രോഹിണി, വെരി ഗുഡ് മോർണിംഗ്. രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, അതായത് പീഡനം നടത്തിയിട്ടില്ല എന്ന് സ്വമേധയാ പറയുമ്പോഴും ജാമ്യാപേക്ഷയിലടക്കം രാഹുൽ അത് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോഴും അങ്ങനെയല്ല സംഭവങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസിന്റെ പക്കലുള്ള പോലീസിന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് ഈ ഘട്ടത്തിൽ പുറത്തു വരികയാണ്. ജനം ടിവിക്ക് അടക്കം അത് ലഭിക്കുകയും ചെയ്യുകയാണ്. അതായത് നിർബന്ധിത ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടം എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പലയിടങ്ങളിൽ ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി അല്ലാതെയും ഒക്കെ തന്നെ നിരന്തരമായി പെൺകുട്ടിയെ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലീസിന് തെളിവായിരിക്കുകയാണ്. ഒപ്പം തന്നെ ബലാത്സംഗം നടത്തിയതിനുള്ള തെളിവുകൾ അത് രേഖാമൂലം തന്നെ പോലീസിന് ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ പീഡനത്തിനിടെ ഉപദ്രവിച്ചതിൻ്റെ ചിത്രങ്ങൾ, അതായത് തുടക്കം മുതൽ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് കേട്ടതാണ് നഗ്ന ദൃശ്യങ്ങളടക്കം പകർത്തിക്കൊണ്ട് പെൺകുട്ടിയെ തുടർച്ചയായി ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ. അപ്പോൾ ഇതടക്കം തെളിയിക്കുന്ന ചില ചിത്രങ്ങൾ അന്വേഷണ സംഘത്തിന് മുൻപാകെ ലഭ്യമായിട്ടുണ്ട്. ഈ ചിത്രങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ ബുധനാഴ്ച തിരുവനന്തപുരം സെഷൻസ് കോടതി ഈ കേസ് ജാമ്യാപേക്ഷ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പരിഗണിക്കുകയാണ്. പരിഗണിക്കുമ്പോൾ സീൽഡ് വെച്ച കവറിൽ ചില നിർണായക വിവരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിക്ക് മുൻപാകെ നൽകിയിട്ടുണ്ട്. അതിൽ ചിത്രങ്ങളുണ്ട്, ഒപ്പം തന്നെ വീഡിയോ ദൃശ്യങ്ങളുണ്ട്, വാട്സപ്പ് ചാറ്റുകളുണ്ട്, ഫോൺ റെക്കോർഡുകളുണ്ട്, ഫോൺ ശബ്ദരേഖകളുണ്ട്. കൂടാതെ തന്നെ അതിനുശേഷവും രാഹുൽ ചില ഡിജിറ്റൽ തെളിവുകൾ രേഖാമൂലം കോടതിക്ക് മുൻപാകെ പെൻഡ്രൈവിലാക്കി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഈ 2 തവണകളായി നൽകിയിട്ടുള്ള രേഖകളേക്കാൾ വലുതായി, അല്ലെങ്കിൽ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള പീഡനം നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന രീതിയിലുള്ള ചില നിർണായക വിവരങ്ങൾ അത് പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം നടത്തുമ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നതും ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളും അടക്കമുള്ള രേഖകൾ മുന്നോട്ട് വെച്ചാണ്. കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ട രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ എങ്ങനെയൊക്കെയാണോ ആ ജാമ്യത്തെ എതിർത്തത്, തെളിവുകൾ സഹിതം എതിർത്തത്, അത് തന്നെയായിരിക്കും നാളെ ഇതേ കേസ് ഇത്തരത്തിൽ പരിഗണിക്കുമ്പോൾ, ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. വാദിഭാഗം അത് വാദിക്കുക, പീഡനം നടന്നിട്ടില്ല, നിർബന്ധിത ബലാത്സംഗം നടന്നിട്ടില്ല, ഉഭയകക്ഷി സമ്മതത്തോടെ നടന്നിട്ടുള്ള ഒരു ലൈംഗിക ബന്ധം ഇടപെടൽ മാത്രമാണ്, നിർബന്ധിതമായി ഗർഭചിത്രം നടത്തിയിട്ടില്ല, മരുന്ന് കൈമാറിയിട്ടില്ല എന്നുള്ള വാദഗതികളായിരിക്കും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് അഭിഭാഷകൻ വാദിക്കാൻ പോകുന്നത്. അതേസമയം തന്നെ അതിനെ കണ്ണിച്ചുകൊണ്ട് വാദിക്കാനുള്ള പ്രോസിക്യൂഷന് മുൻപാകെ എത്തിയിട്ടുള്ള നിർണായക തെളിവുകളാണ് പോലീസിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. എന്തായാലും കൃത്യമായി തന്നെ ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നും അത് അലസിപ്പിക്കാനായി, അത് അബോർട്ട് ചെയ്യാനായി ഇടപെടൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നും, വ്യക്തിജീവിതവും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറും മുൻനിർത്തിക്കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുള്ള എന്ന് തെളിയിക്കുന്ന നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പോലീസിന്റെ പക്കലുള്ളത്. ഇതടക്കമുള്ള രേഖകൾ നാളെ കോടതിക്ക് മുൻപാകെ വരും. എന്തായാലും നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിവസമാണ്. ഏകദേശം 5 ദിവസത്തിലധികമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പാലക്കാട് സ്വന്തം മണ്ഡലത്തിലില്ല, പത്തനംതിട്ടയിലെ സ്വന്തം വീട്ടിലോ ബന്ധുവീടുകളിലോ ഇല്ല. പോലീസ് SIT സംഘം, അതായത് ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട്, പരാതിയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പാലക്കാടും പത്തനംതിട്ടയിലും, ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്താൻ സഹായിക്കുന്ന അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധമുള്ള പല സുഹൃത്തുക്കളുടെ വീടുകളിൽ
അടക്കം പരിശോധന നടത്തി. പേഴ്സണൽ സ്റ്റാഫുകളെ നിരന്തരമായി ചോദ്യം ചെയ്തു. അവിടെയൊന്നും തന്നെ നിർണായകമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇടയ്ക്ക് ഫോൺ ഓൺ ആകുന്നതൊഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും ഒളിവിൽ തന്നെയാണ്. ആ സാഹചര്യത്തിൽ നിർണായകമായിട്ടുള്ള രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ നാളെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികൾക്കായി പോലീസ് ഒരു ഭാഗത്ത് വലവിരിച്ചിരിക്കുമ്പോൾ ഇത്തരത്തിൽ രാഹുലിനെതിരായി ഉയരുന്ന പരാതികൾ, അതിൽ മേലുള്ള തെളിവുകൾ, അതിൽ പ്രത്യേകിച്ച് നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കുമുറുക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള രേഖകൾ പോലീസിന്റെ പക്കലുണ്ട്. പ്രതിഭാഗം വാദിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കെല്ലാം ഖണ്ഡിക്കുന്ന രീതിയിലുള്ള നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പോലീസിന് ലഭ്യമായിട്ടുള്ളത്. ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നും ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് എന്നും ഒപ്പം തന്നെ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ മെഡിക്കൽ രേഖകൾ അടക്കമുള്ള നിർണായക വിവരങ്ങളാണ് പോലീസിന്റെ പക്കൽ ലഭ്യമായിട്ടുള്ളത് രാഹുലിനെതിരായി. രോഹിണി. ശരി ശാലിനി, എന്തായാലും ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കൂടുതൽ തെളിവുകൾ തന്നെ പോലീസിന്റെ പക്കലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബലാത്സംഗം നടത്തിയതിന് കൂടുതൽ തെളിവുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, ഈ പീഡനത്തിനിടെ ഉപദ്രവിച്ചതിന്റെ ചിത്രങ്ങൾ അടക്കമുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗം ഏതൊക്കെ രീതിയിലുള്ള വാദഗതികൾ നിരത്തിയാലും അതെല്ലാം ഖണ്ഡിക്കത്തക്ക രീതിയിലുള്ള തെളിവുകൾ പോലീസിന്റെ പക്കൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശാലിനിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.